സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം. സ്ത്രീകളുടെ യാത്രാക്കൂലി എന്നുള്ളതിന് ഇത്രയും ഒരു വിസ്ഫോടനാത്മകമായ കരുത്ത് ഉണ്ടായിരുന്നു എന്നത് രാഹുൽ ഗാന്ധിയുടെ ടീമാണ് കണ്ടുപിടിച്ചത്. ദാരിദ്ര്യം അവസാനിച്ചു എന്ന് പ്രഖ്യാപിച്ചതാണ് പിണറായി വിജയൻ ഗവൺമെൻറ് ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. പുരുഷന്മാർക്ക് ഒരു ആനുകൂല്യം ഇല്ലേ? പുരുഷന്മാർക്ക് ഇപ്പോൾ തൽക്കാലം ഒന്നുമില്ല. ആഭ്യന്തരമന്ത്രി പറഞ്ഞ KSRTC കുറിച്ചല്ല, സ്കൂൾ ബസ്സിനെ കുറിച്ച്. വണ്ടിയുടെ മുകളിൽ അകത്തും പുറത്തും ഒക്കെ കണ്ടമാനം ബോക്സ് വെച്ചിരിക്കുകയാണ്. അവർക്ക് കുറച്ച് ദിവസം കൊടുക്കുകയാണ് എടുത്ത് മാറ്റാൻ. വണ്ടി ഒരു കളിപ്പാട്ടമല്ല, ഗൗരവത്തോടും ഉത്തരവാദിത്തത്തോടും കൂടെ കൈകാര്യം ചെയ്യണം. എന്നോട് കേളോട്ടം പറഞ്ഞത് ബൈക്ക് ഓടിക്കരുത്, രാത്രി ഒറ്റയ്ക്ക് പോകരുത്. നമ്മുടെ പാർട്ടി ചെറിയോനാ പറയാ, ചെറുപ്പക്കാരെ ചെറിയോനെ കൊല്ലുമല്ലോണേ. എല്ലാത്തിനും കുഴപ്പക്കാരൻ പിണറായി വിജയൻ ഒരാളാണോ? അയ്യേ, ഈ ചെന്ന് കൊള്ളേണ്ടത് അമ്പാണ്. പക്ഷെ നമ്മൾ വില്ലിനെ ആരാധിച്ചുകൊണ്ടിരിക്കുക, അമ്പില്ല. ഒരു ദിവസത്തെ കത്തിൽ മേരെ പ്യാരി തങ്കം. സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രിയും UDFന്റെ മുതിർന്ന നേതാവുമായ ശ്രീ CP ജോണാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം മന്ത്രി ശ്രീ CP ജോൺ. നമസ്കാരം രാജേഷ്. ഇപ്പോൾ പ്രിയദർശിനി സൗജന്യ യാത്ര പദ്ധതി കേരളത്തിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ മൊമെൻറ്റ്, ഒരു ചരിത്രമായി മാറി. അധികാരമേറ്റ് ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു മാർക്ക് പതിപ്പിക്കാൻ കഴിഞ്ഞു. എങ്ങനെ പോകുന്നു പ്രിയദർശിനി യാത്ര? പ്രിയദർശിനി യാത്രയെക്കുറിച്ച് സത്യത്തിൽ മലയാളി രാഷ്ട്രീയ നേതാക്കന്മാർ, ഞാനടക്കമുള്ള ആളുകൾ അവരുടെ തോട്ട്സ് ഒന്നും കൂടെ ഒന്ന് ക്ലിയർ ചെയ്യണം എന്നുള്ള, അല്ലെങ്കിൽ ഒന്നും കൂടെ അവരൊക്കെ ഒന്ന്, ഞാനടക്കമുള്ള വേറെ ആൾക്കാരെ കുറിച്ചല്ല പറഞ്ഞത്, അഭിപ്രായക്കാരാണ് ഞാൻ. കാരണം രാഹുൽ ഗാന്ധിയാണല്ലോ ഇത് പറഞ്ഞത്. നമ്മൾ ചില റെസ്ട്രിക്ഷൻസൊക്കെ വയ്ക്കണം എന്നൊക്കെയുള്ള അഭിപ്രായത്തിലൊക്കെയാണ് നിന്നത്. പക്ഷേ സൗജന്യ യാത്ര എന്നുള്ള കോൺസെപ്റ്റ് AICCയുടെ. അപ്പോൾ അത് വന്ന സമയത്ത് സാധാരണ ഈ മാനിഫെസ്റ്റോ ചെയ്യുന്ന ഒരാളുകളിൽ ഒരാളാണല്ലോ ഞാൻ. അത് ഗവൺമെൻറ് വന്നപ്പോൾ അതിനെ നമ്മൾ നടപ്പാക്കിയ രീതി എന്ന് പറയുന്നത് അത് ഒരു മാതൃകാപരമായ രീതിയായിട്ട് തന്നെ ഞാൻ തന്നെ പറയുന്നത് ശരിയല്ല. പബ്ലിക് ഫിനാൻസ് അത് ഏറ്റെടുത്തു. ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ പുറത്ത് ഒരു പ്രോഗ്രാം വെച്ച് കെട്ടിയിട്ട് അവരോട് പേറിക്കൊള്ളാൻ പറയല്ല, മറിച്ച് പബ്ലിക് ഫിനാൻസ് അത് ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ ഇടക്കാല ബജറ്റിൽ 600 കോടി രൂപ ബജറ്ററി പ്രൊവിഷൻ കൊടുത്തു. അപ്പോൾ അതോടുകൂടി ധനകാര്യ വകുപ്പിനും അത് എളുപ്പമായി. മറ്റേത് നിങ്ങൾ ചെയ്തോ, ഞങ്ങൾ തരാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള KSRTCയുടെ മേലൊരു ഭാരമായി മാറിയേനെ. അതിൽ ഞാൻ മുഖ്യമന്ത്രി കൂടെ ആയിട്ടുള്ള ധനമന്ത്രിയോട് വളരെ നന്ദിയുള്ളവരാണ്. കാരണം ഇനിയിപ്പോൾ അവിടെ നോ ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ്, 600 കോടി ഈ വർഷമുണ്ട്. ഒന്ന്. രണ്ടാമത്തേത്, ഈ പ്രോഗ്രാം ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ആഴം എന്താണെന്ന് മനസ്സിലാക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു. ഞാനിപ്പോൾ ഇൻ്റർവ്യൂ ചെയ്തിട്ട് പറയുകയാണ്. നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ, ഞാനടക്കം വയറുള്ള ഞാൻ പറയണില്ല, മത നേതാക്കന്മാർ, സാമൂഹ്യ നേതാക്കന്മാർ, പ്രൊഫസർമാർ, പ്രൊഫഷണലുകൾ, ഇവരൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഭദ്രലോകാണ്. ബംഗാളികൾ ഭദ്രലോക. ഒരു മലയാളി ഭദ്രലോകിൻ്റെ എണ്ണം വളരെ കൂടി. പണ്ടുണ്ടായിരുന്നു, പക്ഷേ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അവരുടെ എണ്ണം ഒരു 10-35% ഉണ്ടെന്ന് എനിക്ക് തോന്നണേ. ഇവരാണ് എല്ലാ ഡിസിഷനും എടുക്കുന്നത്. അപ്പോൾ അവർക്ക് ബസ് യാത്രയൊന്നും അത്ര വലിയ ഗൗരവമല്ലായിരുന്നു. അതെ, കൂടിപ്പോയാൽ പെൻഷൻ കൊടുക്കുക, അല്ലെങ്കിൽ അത് കൊടുക്കുക, അങ്ങനെ ഡോൾസ് കൊടുക്കുക. പക്ഷെ യാത്ര, തൊഴിലിടത്തേക്കുള്ള യാത്രയും തിരിച്ചുപോക്കും, ഇത് ഒരു പ്രധാന പ്രശ്നമായിട്ടുള്ള 10-40% മനുഷ്യർ ഈ നാട്ടിലുണ്ട്. അതെ അതെ. പക്ഷെ ഈ സ്ത്രീകളുടെ യാത്രാക്കൂലി എന്നുള്ളതിന് ഇത്രയും ഒരു വിസ്ഫോടനാത്മകമായ കരുത്ത് ഉണ്ടായിരുന്നു എന്നത് രാഹുൽ ഗാന്ധിയുടെ ടീമാണ് കണ്ടുപിടിച്ചത്. പക്ഷെ അത് നമ്മൾ വിചാരിച്ചതിനെക്കാട്ടി വളരെ ആഴത്തിലുള്ള ഒരു ഇമ്പാക്റ്റാണ്. അത് ഞാൻ പല സ്ഥലത്തും പറഞ്ഞായിരുന്നു. ഒരു സ്ത്രീയോടൊരു ലേഡി ജേർണലിസ്റ്റ് ചോദിക്കുന്നുണ്ട് എന്താ അഭിപ്രായം. അപ്പോൾ അവർ ബസ്സിലിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സ്ത്രീ പറയാണ്, മോളെ, എൻ്റെ ഭർത്താവ് ഒരു രോഗിയാണ്, മരുന്ന് മേടിക്കാനുള്ള കാശില്ല, പലപ്പോഴും ഫുഡ് പോലും കഴിക്കാൻ പറ്റാറില്ല. അപ്പോൾ അവർ പറയാണ്, ഇത് കിട്ടിയതോടുകൂടി എനിക്ക് 2500 രൂപ ലാഭമാണ്. അപ്പോൾ ഈ 2500 രൂപ എന്ന് പറയുന്നത്, ഞാൻ ഈ പറഞ്ഞ ഭദ്രലോകനെ സംബന്ധിച്ചിടത്തോളം അവരൊരു ഹോട്ടലിൽ ചെന്നാൽ 2-3 നാൾ ഭക്ഷണം കഴിക്കുന്ന ഒരു ബില്ലാണ്. പക്ഷെ തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാടക, അവരുടെ മരുന്നിൻ്റെ വില, അവരുടെ യാത്രാക്കൂലി. അപ്പോൾ
ഡെയിലി 100 രൂപ എന്നുള്ളത് വലിയൊരു ശതമാനം ആളുകൾക്ക് വലുതാണ്. അവിടെയാണ് CPM, ഞാൻ എല്ലാറ്റിനും CPM-നെ വിമർശിക്കുകയല്ല, എനിക്ക് പോകുന്ന മാഷോ പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. ദാരിദ്ര്യം അവസാനിച്ചു എന്ന് പ്രഖ്യാപിച്ചതാണ് പിണറായി വിജയൻ ഗവൺമെൻറ് ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അതിദരിദ്രരില്ല, അവർക്കൊന്നും പേടിക്കുക. എങ്ങനെ പിന്നെ ഈ വണ്ടിയിൽ ആൾക്കാർ ഇടിച്ചു കയറുന്നത്? സാധാരണ മനുഷ്യർ ജോലി ചെയ്ത് വരുമ്പോഴേ അവർക്ക് ഡെയിലി 50 രൂപ 60 രൂപ കൊടുക്കണം ബസ് കൂലി. അതില്ല, ആ ബസ് കാശില്ല. ശരിക്കും ജോലിക്ക് വരുന്ന പലർക്കും മാസം 3000 രൂപയുടെ വരെ ആനുകൂല്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വർക്കിംഗ് ക്ലാസ് പാർട്ടികളോ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളോ കണ്ടില്ല. അതിപ്പോൾ എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾ ടച്ച് ചെയ്തു. അത് നടപ്പാക്കുന്നതിന് ചുമതലപ്പെടാൻ എനിക്ക് സാധിച്ചു. അത് ഞാൻ വളരെയധികം UDF-ൻ്റെ നേതൃത്വത്തെയും കോൺഗ്രസ് നേതൃത്വത്തെയും ഒക്കെ അഭിനന്ദിക്കുകയാണ്. അപ്പോൾ സ്ത്രീകൾക്കെല്ലാം അറിയേണ്ട ഒരു കാര്യം, ഇത് ഓർഡിനറി മാത്രമേ ഉള്ളൂ, ഫാസ്റ്റിലേക്കും സൂപ്പർ ഫാസ്റ്റിലേക്കൊക്കെ തൽക്കാലം ഓർഡിനറിയിലേ ഉള്ളൂ. നമുക്ക് കൊക്കലൊതുങ്ങാന്നത് കൊത്തിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്കിപ്പോൾ ഓർഡിനറി ഉള്ളൂ. ആ ഓർഡിനറി ആയിട്ട് ഇങ്ങനെ പോട്ടെ. ഓർഡിനറി ബസ്സുകളുടെ എണ്ണം കൂട്ടുമോ? ഉടനെ ഇല്ല. നാമമാത്രമായിട്ട് കൂട്ടി. ഇവിടെ സിറ്റി ഫാസ്റ്റ് എന്നുകൊണ്ട് തർക്കം അവിടെ ഉണ്ടായല്ലോ. അതൊരു തെറ്റായ വാർത്തയായിരുന്നു. അത് തിരിച്ചാണ് ഉണ്ടായത്. 2 സിറ്റി ഫാസ്റ്റുകളെ ഓർഡിനറിയാക്കി. ഇതിപ്പോൾ സ്ത്രീകളുടെ ഒരു യാത്രികരായിട്ടുള്ള സ്ത്രീകളുടെ എണ്ണത്തിൽ വലിയ വർധനയുണ്ടായി. വലിയ വർധന ഉണ്ടായി. എത്ര 66%? അതായത് 66% സ്ത്രീകളായി ബസ് യാത്രക്കാരിൽ ഓർഡിനറിയിലെ. അതിനെ ന്യായമായിട്ട് ചോദ്യം ചോദിക്കാം, പുരുഷന്മാർക്ക് ഒരു ആനുകൂല്യം ഇല്ലേ? പുരുഷന്മാർക്ക് ഇപ്പോൾ തൽക്കാലം ഒന്നുമില്ല. സ്ത്രീകളുടെ കൂടെ പോകുന്ന പുരുഷന്മാർക്ക് സ്ത്രീകൾക്ക് കിട്ടുന്ന ആനുകൂല്യത്തിൻ്റെ ഒരു പങ്ക് പറ്റാന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇത് തുടങ്ങിയത് എന്തായാലും ഇനി നിർത്തില്ല. നെവർ ഒരിക്കലും നിർത്തില്ല. അത് എങ്ങനെ അത് വിപുലീകരിക്കണം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. KSRTC ഇപ്പോഴും നഷ്ടത്തിലാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ഗവൺമെൻറ് ഒടുവിലത്തെ സമയത്തൊക്കെ ശമ്പളം കൃത്യമായിട്ട് കൊടുത്തു. ഇപ്പോഴത്തെ ഒരു ഇതെങ്ങനെ ഈ KSRTCയുടെ ഒരു സാമ്പത്തിക സുസ്ഥിരതയിലേക്ക് കൊണ്ടുവരാൻ പറ്റും? ഇതിനിപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടിലാണ് KSRTC പോകുന്നത്. അപ്പോൾ അതൊരു വലിയൊരു കഷ്ടം തന്നെയാണത്. നമുക്ക് 5700 ബസ്സുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാ ബസ്സും ഒന്നും ഓടുന്നില്ല. 700 ബസ് ഓടുന്നില്ല. അപ്പോൾ അതൊക്കെ നന്നായിട്ടത് നോക്കണം. ഞാനിപ്പോൾ അതിലേക്ക് തിരിയാൻ പോകുന്നേ ഉള്ളൂ സത്യത്തിൽ. സൗജന്യ യാത്രയുടെ പേരിലാണെങ്കിലും അല്ലെങ്കിലും ഈ സ്വകാര്യ ബസ് ഭയങ്കര നഷ്ടത്തിലാണെന്ന്. സ്വകാര്യ ബസ്സുകൾ എന്ന് പറയുന്നത് സത്യമാണ്. അത് അവരുടെ പ്രശ്നം, അടിസ്ഥാനപരമായ പ്രശ്നമുണ്ട്. ഈ 2 വീലർ പ്രളയമാണ് ഇതിനൊരു പ്രധാനമായിട്ടുള്ള കാരണം. ഒപ്പം ബസ് ചാർജ് വർധനവും പിന്നെ ടാക്സിൻ്റെ വർധനവും. നമ്മളവർക്ക് ടാക്സ് കുറച്ച് കൊടുത്തു. അപ്പോൾ അതിൽ ഒരു ബസ്സുള്ള ആൾക്ക് ഏതാണ്ട് 50,000 രൂപയാണ് കിട്ടിയത്. പക്ഷേ 10 ബസ്സുള്ളവർ 20 ബസ്സുള്ളവരൊക്കെ ഉണ്ട്. പറഞ്ഞത് ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു നടപടിക്രമമാണ്. അപ്പോൾ ചിലരൊക്കെ ഉണ്ട് പറഞ്ഞ് ഒരു ദിവസം 150 രൂപയേ ഉള്ളൂ. ഒരു മണിക്കൂറിന് എത്ര രൂപയാണ്? കാര്യമില്ല. അവരായിട്ട് ചർച്ച ചെയ്തൊന്നു മാത്രമല്ല, ഈ വിഷയം പ്രിയദർശിനി എന്ന പബ്ലിക് പോളിസി, ആ പോളിസി കൊണ്ട് ബുദ്ധിമുട്ടിലായ റൂട്ടുകളേത്, ബസ്സുകളേത്. ഒരു ബസ് തന്നെയാണല്ലോ പല പ്രാവശ്യം ഓടുന്നത്. അപ്പോൾ ആ ഒരു ബസ്സല്ലേ ഉള്ളൂ. ഇപ്പം നെയ്യാറ്റിൻകരയിൽ അവരില്ല, അവർക്ക് പ്രശ്നമില്ല. എന്നാൽ അതേസമയം സിറ്റിയിൽ 10-85 ബസ്സുണ്ട്. അവർക്ക് ആ പ്രശ്നമുണ്ടോ എന്ന് നോക്കിക്കൊണ്ട്, സിറ്റിയിൽ ഒരുപാട് ഓർഡിനറി ഒന്നുമില്ല, പല സ്ഥലത്തുനിന്നും വരുന്ന ഓർഡിനറിയേ ഉള്ളൂ. ഇവിടെ കൂടുതലും സിറ്റി ഫാസ്റ്റാണല്ലോ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മുടെ റിട്ടയർഡ് DGP-യെ ചെയർമാനാക്കിക്കൊണ്ട്, പത്മകുമാർ IPS ട്രാൻസ്പോർട്ട് കമ്മീഷണറൊക്കെ ആയിരുന്നു, അദ്ദേഹം ചെയർമാനും നാറ്റ്പാക്കിലെ ഡയറക്ടറായിരുന്നുള്ള വിദഗ്ധയായിട്ടുള്ള സയൻറ്റിസ്റ്റ് വൈസ് ചെയർമാനുമായിട്ട് ഇത് പഠിക്കാനുണ്ട് 5 അംഗ കമ്മിറ്റി. അത് 6 ആഴ്ച കൊണ്ട് അവർ റിപ്പോർട്ട് സിറ്റിംഗ് വയ്ക്കും. ഇപ്പോൾ KSRTCയിലെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ റോഡ് അപകടങ്ങൾ ഭയങ്കരമായിട്ട് വർദ്ധിച്ചു വരുന്നു. പലപ്പോഴും അതിൽ KSRTC വില്ലനാവുന്നുണ്ട്. അവർ ഇതിപ്പോൾ MACT കേസ് എന്നൊക്കെ പറഞ്ഞ് പോയാൽ തന്നെ KSRTCയിലെ ഡ്രൈവർ ഒന്നും ഒരു അക്കൗണ്ടബിലിറ്റി ഉള്ളതായിട്ട് തോന്നുന്നില്ല. പലപ്പോഴും എത്രയോ ജീവനുകൾ നമ്മുടെ റോഡിൽ പൊലിയുന്നു. അതിലെന്തെങ്കിലും ഒരു കർശനമായ 2 കാര്യങ്ങൾ ചെയ്യുന്നത്. ഒന്ന്, ഒരു ക്രാഷ് ഉണ്ടായിക്കഴിഞ്ഞാൽ KSRTC അല്ലെങ്കിലും
പോസ്റ്റ് ക്രാഷ് എൻക്വയറി എന്നത് ട്രാൻസ്പോർട്ട് കമ്മീഷൻ ചെയ്യും. അത് KSRTCക്കും ബാധകമാണ്. 5 day എൻക്വയറി എന്നതിന് പറയുന്നത്. അത് സൂക്ഷ്മമായിട്ട് പരിശോധിക്കും. ഇതിപ്പോൾ MACTയിലേക്ക് പോകുമ്പോൾ ഇതൊന്നും പരിശോധനയൊന്നുമില്ല. അവിടെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇൻഷുറൻസ് കൊടുക്കുന്ന കാര്യമാണ്. നമ്മളിപ്പോൾ അധികാരത്തിൽ വന്നതിന് ശേഷം പോസ്റ്റ് ക്രാഷ് എൻക്വയറി ആദ്യമായിട്ട് പോസ്റ്റ് ചെയ്തത് കൊട്ടാരക്കരയിലെ ടിപ്പ് അടിച്ച് 3 ആൾ മരിച്ചത്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ കടന്നു ചെല്ലും. ചില കാര്യങ്ങൾ ഫോറൻസിക്കായിട്ട് നമ്മൾ നോക്കേണ്ടി വരും. വളരെ കർശനമായും ബാക്കിലേക്കും എന്തൊക്കെ കാര്യങ്ങൾ കുറ്റങ്ങൾ അതിലൊക്കെ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പരിശോധിച്ച് ഡ്രൈവർ മദ്യപിച്ചിരുന്നോ എന്ന് നോക്കണമല്ലോ. ഇപ്പോൾ എന്നോട് ആഭ്യന്തരമന്ത്രി ഒരു കാര്യം പറഞ്ഞു. ആഭ്യന്തരമന്ത്രി പറഞ്ഞ് KSRTCയെ കുറിച്ചല്ല, സ്കൂൾ ബസ്സിനെ കുറിച്ചാണ്. ഡ്രൈവർമാർ അദ്ദേഹം പറഞ്ഞത് ഞെട്ടിക്കുന്നൊരു കാര്യമാണ്. കാലത്തവരും ഒക്കെയാണ്, ഉച്ചവർക്കോ പണിയൊന്നുമില്ല, അപ്പോൾ കുറച്ച് മദ്യപിക്കും, എന്നിട്ട് വൈകുന്നേരം കുട്ടികളെ കൊണ്ടുപോകുന്ന മദ്യപിച്ചിട്ടാണ്. അതെ അതെ, കർശനമായ നടപടിയെടുക്കും. അതുപോലെ തന്നെ KSRTCയിൽ ആരെങ്കിലും മദ്യപിച്ച് വണ്ടി ഓടിച്ചിട്ട് അപകടം ഉണ്ടായാലും ഇല്ലെങ്കിലും കർശനമായ നടപടിയെടുക്കും. അതിൽ പിന്നെ അപ്പീലൊന്നുമില്ല. കഴിഞ്ഞ ഏറ്റവും ഒടുവിലത്തെ LDFൻ്റെ സമയത്ത് മന്ത്രി തന്നെ പറഞ്ഞു മദ്യക്കുപ്പി ഡ്രൈവറിൽ നിന്ന് പിടിച്ചെടുത്ത്. അത് വലിയ വിവാദമായിരുന്നു. തീർച്ചയായിട്ടും അത്തരം സംഭവങ്ങൾ അനുവദിക്കില്ല, ഒരു കാരണവശാലും അനുവദിക്കില്ല. അവരുടെ സർവീസ് കളയും. പിന്നെ അങ്ങയുടെ തന്നെ പ്രധാനപ്പെട്ട വകുപ്പാണല്ലോ മോട്ടോർ വാഹന വകുപ്പ്. അതെ, ഇപ്പം നാട്ടിലെ ഈ അപകടം, ഇപ്പം ടിപ്പർ ലോറി ഇടിച്ചുള്ള മരണം, ഇപ്പം ഇന്ന് രാവിലെ ക്ഷേത്ര ദർശനത്തിന് പോയ ഒരു സ്ത്രീയെയും ടിപ്പർ ഇടിച്ച് മരിച്ചിട്ടുണ്ട്. അതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. ഈ മോട്ടോർ വാഹന നിയമ ലംഘനം, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ണൂരിൽ 5 യുവാക്കൾ മരിച്ചത് ഒരു ലൈറ്റ് ഡിം ചെയ്യാത്തോടാണ്. ഇത്തരം ലംഘനങ്ങളെ ഒന്നും പിടിക്കാനോ നമ്മളിപ്പോൾ പിടിക്കുക എന്നത് ഒരു ഭാഗമാണ്. ഇത് ക്രൈം ആൻഡ് പനിഷ്മെൻറ്റ്. അതിലിപ്പോൾ ഈ ലൈറ്റ് ഡിമ്മിങ്ങിൻ്റെ ഒരു പ്രശ്നം, പണ്ടൊരു കറുത്തൊരു സ്പോട്ട്, അത് ഫിലമെൻ്റുള്ള ബൾബിനെ ബാധകമുള്ളൂ. ഇപ്പോൾ LED ആണ്. അപ്പോൾ അവർ തന്നെ ഡിം ചെയ്യണം. അപ്പോൾ റെസ്പോൺസിബിൾ ഡ്രൈവിംഗ് ഇല്ലെങ്കിൽ കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ, രാജ്യത്തിൻ്റെ ഏതെങ്കിലും മൂലയിൽ ആരെങ്കിലും ഡിം ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനൊന്നും ആർക്കും സാധിക്കില്ല. അതെ. അപ്പോൾ അത് നമുക്ക് റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് എന്ന് പറഞ്ഞതുപോലെ റെസ്പോൺസിബിൾ ഡ്രൈവിംഗ് എന്ന് ഉള്ളതിലേക്ക് പോകാമെന്നല്ലാതെ നിങ്ങൾ റെസ്പോൺസിബിളായിട്ട് ചെയ്യണം. അതിനുവേണ്ടി ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു സാക്ഷരതാ യജ്ഞം പോലുള്ള വിപുലമായ ഒരു യജ്ഞം. അത് കിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതിൽ നമുക്ക് ചെയ്യേണ്ടത് സ്കൂളുകൾ, കോളേജുകൾ തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങൾ, NCC, സ്കൗട്ട്, നാഷണൽ സർവീസ് സ്കീം, സ്റ്റുഡൻറ്റ് പോലീസ്, ഇവരൊക്കെ ഇതിലേക്ക് ഇറക്കാൻ പോവുകയാണ്. എന്നിട്ട് നമ്മൾ ചെയ്യുന്നൊരു പ്രധാന കാര്യം 12ാം ക്ലാസ്സിന് മുമ്പ് തന്നെ പ്രീ ലൈസൻസ് ട്രെയിനിങ്, ചെറുതും വലുതായിട്ട്. ഇപ്പോൾ ഒരു കാറിൻ്റെ പ്രധാന ഭാഗങ്ങൾ എടുത്തൊരു അവിടെ കൊണ്ടുവന്ന് വെച്ചാൽ കുട്ടികളത് ഓടിക്കാൻ മീൻസ് തിരിച്ചും മറിച്ചുമൊക്കെ നോക്കി അവർക്കൊരു സ്റ്റിയറിംഗ് ഒക്കെ തിരിക്കാനൊക്കെ ഉള്ള ഒരു താല്പര്യം ഉണ്ടാവുമല്ലോ. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അതൊന്ന് അവരെ ഒന്ന് ഓട്ടോമൊബൈൽ ഫ്രണ്ട്ലി ആക്കുക. ഈ നീന്തൽ പഠിപ്പിക്കണമെന്ന് പറയുന്ന പോലെ ഡ്രൈവിംഗ് പഠിപ്പിക്കണം. അത് 12ാം ക്ലാസ് കഴിയുമ്പോൾ അടുത്ത വെക്കേഷനിൽ അവർക്ക് ലൈസൻസ് കിട്ടണം. ഇതാണ് നമ്മുടെ ടാർഗറ്റ്. അങ്ങനെ ഒരു പദ്ധതി വരികയാണ് ഡിക്ലെയർ ചെയ്തു. മോട്ടോർ വാഹന വകുപ്പിൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് കോടികളാണ് സർക്കാരിന് വരുമാനമായിട്ട് വരുന്നത്. പക്ഷേ ഇവർ ഈ വളവിൽ മറിഞ്ഞ് നിന്ന് വാഹനങ്ങളെ പറ്റി അടിക്കുക, അല്ലാതെ ഈ ട്രാഫിക് റൂൾസ് പാലിക്കണം. ഇപ്പോൾ റെസ്പോൺസിബിൾ ഡ്രൈവിംഗ് എന്നുള്ള സത്യം തന്നെയാണ്. പക്ഷേ ഇത് നമുക്കറിയാം വിദേശ രാജ്യങ്ങളിലും മറ്റും ഇതൊക്കെ ട്രാഫിക് റൂൾസ് കൃത്യമായിട്ട് പാലിച്ചില്ലെങ്കിൽ അത് അക്കൗണ്ടബിൾ ആയിരിക്കും. ആ രീതിയിൽ ഇപ്പം തന്നെ 1 വേ ആണെങ്കിൽ പോലും 1 വേ തെറ്റിച്ച് നേരെ തെറ്റിച്ചാൽ വണ്ടി പിടിച്ചെടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു കാര്യം ഞാൻ പറയാം. ടിപ്പർ എന്നുള്ളതിനെ പ്രത്യേകിച്ച് പറയല്ല. നമ്മളിപ്പോൾ ഞാൻ ടിപ്പറിൻ്റെ ഉടമസ്ഥന്മാർ വന്നപ്പോൾ പറഞ്ഞു, നിങ്ങളിപ്പോൾ സ്കൂളിൻ്റെ മുമ്പിൽ കൂടെ കാലത്ത് 9 മണിക്ക് 25 കിലോമീറ്റർ സ്പീഡിൽ പോയാൽ ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? അതെ, 25 കിലോമീറ്റർ സ്പീഡിൽ എന്ത് വാഹനം പോയാലും ആർക്കും പ്രശ്നമല്ല. 30 കിലോമീറ്ററാണ് പെർമിറ്റഡ്. നിങ്ങൾ സ്കൂളിൻ്റെ മുമ്പിൽ കൂടെ പോകരുത് എന്നുള്ളതല്ല, അതെ 60 കിലോമീറ്റർ പോകരുത് എന്നുള്ളതാണ് പ്രശ്നം. ചവിട്ടിയാൽ കിട്ടില്ല. അപ്പോൾ അങ്ങനെ പോയാൽ വണ്ടി കോൺഫിസ്കേറ്റ് ചെയ്യും, പിടിച്ചെടുക്കും. ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ മുകളിലുള്ള ശബ്ദങ്ങൾ, ഇന്നലെ ഞാനത് പറഞ്ഞു, വോക്കൽ എന്ന് തന്നെ വിളിക്കണേ. വണ്ടിയുടെ മുകളിൽ അകത്തും പുറത്തും ഒക്കെ കണ്ടമാനം ബോക്സ് വെച്ചിരിക്കുകയാണ്. അവർക്ക് കുറച്ച് ദിവസം കൊടുക്കുകയാണ് എടുത്ത് മാറ്റാൻ.
അത് ഈ ടൂറിസ്റ്റ് ബസ്സുകളെ ബാധിക്കൂ? ടൂറിസ്റ്റ് ബസ്സുകളടക്കം. ടൂറിസ്റ്റ് ബസ്സുകളാണ് മെയിൻ. അത് നടക്കില്ല കേരളത്തിൽ. ആ, മനസ്സിലായോ? ഈ വലിയ സ്പീക്കറൊക്കെ വെച്ച് ഡാൻസും പാട്ടും അത് വാസ്തവത്തിൽ വണ്ടി ഓടിക്കുന്ന ആളുടെ ശ്രദ്ധ. അല്ല, അത് പുറത്തേക്ക് വെക്കാൻ പാടില്ല. അകത്തൊക്കെ മിതമായിട്ടായിക്കോട്ടെ. എല്ലാം നമ്മളിപ്പോൾ വരിഞ്ഞ് മുറുക്കണമൊന്നുമില്ല. അല്ല. ആ, പക്ഷെ പുറത്തേക്ക് വെച്ചിട്ട് ഒരു ആൾ ഒരു പാലത്തിൻ്റെ അവിടെ കൊണ്ടുപോയി വണ്ടി നിർത്തി വണ്ടിയുടെ ശബ്ദം കേട്ട് ഡാൻസ് ചെയ്യുക. വണ്ടി ഒരു ലൗഡ് സ്പീക്കറാണോ? വണ്ടി ഒരു കളിപ്പാട്ടമല്ല. ഗൗരവത്തോടും ഉത്തരവാദിത്തത്തോടും കൂടെ കൈകാര്യം ചെയ്യണം. ഞങ്ങളങ്ങനെ വരിഞ്ഞു മുറുക്കണമൊന്നുമില്ല. പെർമിറ്റിംഗ് ആണ്, പക്ഷേ നിയന്ത്രണമുണ്ട്. ലോങ് റോപ്പ്. ഈ ടൂറിസ്റ്റ് ബസ്സുകളുടെ കാര്യത്തിൽ ഈ രാത്രിയിലൊക്കെ അമിത വേഗമാണ്. ഇപ്പോൾ പണ്ട് ഉണ്ടായിട്ടുള്ള പല അപകടങ്ങളും തന്നെ ഉദാഹരണമായിട്ടുണ്ട്. ഈ അമിത വേഗം, അത് പ്രത്യേകിച്ച് എല്ലാവർക്കും ഇപ്പോൾ രാത്രി ബാംഗ്ലൂരിൽ പോകണം, രാവിലെ എത്തണം, ഇങ്ങനെയൊക്കെയുള്ള ചിന്ത എല്ലാവർക്കും ഉണ്ടെങ്കിലും ഇത്തരം അമിത വേഗത്തിൽ ഡ്രൈവർ ഉറങ്ങിപ്പോകുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും പരിശോധന വരും? ഇതിലൊക്കെ പരിശോധിക്കുന്ന കാര്യം രാജേഷ്, പരിമിതമായിട്ടേ സാധിക്കുള്ളൂ. നിയന്ത്രിക്കണം. അതിനുവേണ്ടി ഇപ്പോൾ നമുക്ക് ഇൻ്റർസെപ്റ്ററൊക്കെ വെച്ചിട്ട് പിന്നെ ദൂരത്തിൻ്റെ ചില പ്രത്യേക ദൂരത്തിൽ നമുക്കതിനെ സ്പീഡ് അളക്കാനൊക്കെ കഴിയും. അതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇല്ല. നമുക്ക് പൈസ അടച്ചാൽ പോരെ. ആ, ഇപ്പം നമുക്ക് ഇത് ഫൈൻ വന്നു, ശരി, ഞാൻ ഫൈൻ അടച്ചോളാം. പക്ഷെ ഞാൻ പറയുന്ന അപകടം പറ്റിയാൽ വണ്ടി പിടിച്ചെടുക്കും. അതുപോലെ KSRTC ഡ്രൈവർമാരുടെ കണ്ണ് പരിശോധനയൊക്കെ ഇപ്പോഴും മുടങ്ങാതെ നടക്കുന്നുണ്ട്. ഞാനത് വന്നതിന് ശേഷം ഒരു വിപുലമായിട്ടൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ അത് ചെയ്യേണ്ടതാണ്. അത്തരത്തിലുള്ള അവരുടെ ബോഡി ഫിറ്റ്നസ്, അവരുടെ ആരോഗ്യം, പിന്നെ ദീർഘദൂര പരിപാടികൾക്കെല്ലാം താൽക്കാലിക ജീവനക്കാരെ വിടരുത്. ദീർഘദൂര പരിപാടികൾക്ക്, യാത്രകൾക്ക് സ്ഥിരം ജീവനക്കാർ തന്നെ പോകണം. ഇല്ല, ഞാനൊരു തമാശയായിട്ട് ചോദിക്കും. ഈ പ്രീ ഡ്രൈവിംഗ് പരിശീലനം നടപ്പിലാക്കുന്ന വളരെ നല്ല കാര്യമാണ്. നേരത്തെ ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റാത്തതുകൊണ്ടുള്ള ഒരു പേഴ്സണൽ താല്പര്യം കൂടെ അതുകൊണ്ട്. അത് പേഴ്സണലല്ല, വേണമെങ്കിൽ പഠിക്കാതെ പ്രശ്നമല്ല. അതെന്താ പഠിക്കാതിരുന്ന ഡ്രൈവിംഗ്? ഞാൻ പഠിക്കാതിരുന്നതിൽ എനിക്ക് വണ്ടി ഓടിക്കാനൊക്കെ പഠിച്ചതാണ്. പക്ഷെ രാഷ്ട്രീയമായിട്ട് അത് വളരെ സംഘർഷഭരിതമായൊരു കാലമാണ്. ലേറ്റ് 70s 80s. അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് വണ്ടി ഓടിക്കണമെന്ന് നിർബന്ധിച്ചൊരു കുടുംബ സാഹചര്യത്തിലാണ് ഞാൻ വരുന്നത്. എൻ്റെ സഹോദരിയൊക്കെ ഇപ്പോഴും വണ്ടി ഓടിച്ചാണ് പോകുന്നത്. ഷീസ് 75. സഹോദരിമാരും എല്ലാം വണ്ടി ഓടിക്കുന്നവരാണ്. പക്ഷെ നമ്മുടെ പൊളിറ്റിക്കൽ സഹോദരൻ എല്ലാവരും ഞങ്ങളുടെ വീട്ടിൽ വണ്ടി ഓടിക്കണം എന്നുള്ളത് ഒരു മസ്റ്റാണ്. പക്ഷേ എൻ്റെ ഒരു പൊളിറ്റിക്കൽ സാഹചര്യം രാജേഷിന് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഡ്രൈവിങ്ങിൽ നിന്ന് മാറിയത്. ഇപ്പോൾ ലൈസൻസ് എടുത്താലുള്ള പ്രശ്നം പിന്നെ ഓടിക്കും. മനസ്സിലായോ? പ്രത്യേകിച്ച് മോട്ടോർ സൈക്കിൾ ഓടിക്കും. അപ്പോൾ അത് വേണ്ട, അതൊരു വിലക്കുണ്ടായിരുന്നു. മോട്ടോർ സൈക്കിൾ ഓടിച്ചിരുന്നില്ല? എനിക്കറിയാം, ഓടിച്ചിരുന്നു. പക്ഷേ എന്നോട് ഇപ്പം നിങ്ങൾ ഇങ്ങനെ കുത്തി ചോദിക്കുന്നതുകൊണ്ട് പറയുക. ഒരു തമാശ. കോഴിക്കോട് കേളുവേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇങ്ങനെ മോട്ടോർ സൈക്കിൾ പഠിച്ചായിട്ടൊക്കെ ഞാൻ അറിഞ്ഞു. വേണ്ട, മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ പാടില്ല, രാഷ്ട്രീയ ശത്രുക്കൾ അവസരം സൈക്കിൾ ഓടിക്കാൻ പാടില്ല, രാത്രി ഒറ്റയ്ക്ക് നടക്കാൻ പാടില്ല. അന്നത്തരം ടെൻഷനുള്ള കാലം കൂടെ ആയിരുന്നു. ടെൻഷനുള്ള കാല. ഇത് മൂന്നും ചെയ്തു. TP ഞാൻ പറഞ്ഞിരുന്നു ചെയ്യരുതെന്ന്. TP ആയിട്ടുള്ള അടുപ്പം എങ്ങനെയായിരുന്നു? TP എനിക്കൊരു അനുജൻ, അതുപോലെ വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്യും. ബൈക്ക് ഓടിച്ച് ബുള്ളറ്റൊന്നും ഓടിച്ച് പോരെന്ന് പറയുമായിരുന്നു. ഈ പാർട്ടിയിൽ നിന്ന് പുറത്ത് വന്നപ്പോൾ ഞാൻ ആളെ വിട്ട് പറഞ്ഞിരുന്നു, ഒറ്റയ്ക്ക് പോകരുതെന്ന്. സലീം എന്ന് പറഞ്ഞ എൻ്റെ ഒരു സ്നേഹിതൻ, ഞങ്ങളുടെ പൊതു സ്നേഹിതനോട് ഞാൻ പറഞ്ഞിരുന്നു ബൈക്ക് ഓടിക്കരുത്. പുള്ളിയെ പക്ഷേ അത് വീട്ടുകാർ പറഞ്ഞു, പുള്ളിയുടെ സഹധർമ്മിണിയും ആ കാര്യം പറഞ്ഞിരുന്നു. ബൈക്ക് എന്നോട് കേൾവട്ടം പറഞ്ഞത് ബൈക്ക് ഓടിക്കരുത്, രാത്രി ഒറ്റയ്ക്ക് പോകരുത്. ഇത് മൂന്നും ചെയ്തു. ബൈക്കിൽ രാത്രി ഒറ്റയ്ക്ക് പോയി, അന്ന് മരിച്ചു. അത് അവർ നോക്കി കുറേ ദിവസമായിട്ട് ആസൂത്രണം ചെയ്തിരുന്നതാണ്. അതിവിടെ കടയ്ക്കൽ പ്രവീൺ ദാസ് അങ്ങനെയല്ലേ? അല്ല, TPയുടെ കാര്യം ഇപ്പോഴും ഓർക്കുമ്പോൾ അല്ലേ, അത് അതിന് മുമ്പാണ് പ്രവീൺ ദാസിനെ കൊന്നത്. അതെ, ഇതേപോലെ മോട്ടോർ സൈക്കിളിൽ പോയി. അല്ല, TPയെ എന്തിനു കൊന്നു എന്ന് അതൊക്കെ ഓർക്കാൻ ഞാൻ ഓർക്കാതിരിക്കുകയാണ്. ഓർത്തിട്ട് എന്ത് കാര്യം? പറയാനുള്ളതൊക്കെ അതിൽ പറഞ്ഞു കഴിഞ്ഞു.
കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, ഞാൻ CPM എന്നല്ല പറയണത്, ഉവ്വ്. ഇപ്പം ആര് ചെയ്താലും എല്ലാവർക്കും ബാധകമാണ്. അതെ. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഇത്രയും തിരിച്ചടി ഉണ്ടാക്കിയ ഒരു കാര്യം TP വധം പോലെ ഇല്ല. അതൊരു മുറിവാണ്. പിന്നെ അന്ന് VS അത് മറികടക്കാനെന്ന വണ്ണം അതിന് കൂടെ നിന്നു. അതെ, മനസ്സിലായി. വീട്ടിൽ പോവുകയെല്ലാം ചെയ്തു. അല്ല, അത് അദ്ദേഹം ചെയ്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പ്രസ്ഥാനത്തിനെതിരെ ആകെ വരേണ്ട കാര്യങ്ങൾ തനിക്കെതിരെയും കൂടെ വന്നോട്ടെ. ആ, ശിവൻ വിഷം വഴുകി എന്ന് പറഞ്ഞ പോലെ അതെ. വലിയൊരു നടപടിയാണ്. ഇന്ന് ടൗൺ ഹാളിൽ ബോഡി കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം വന്നല്ലോ. അതെ. അപ്പം അത് തനിക്കെതിരായിട്ട് വന്നോട്ടെ, അത് ഞാൻ സഹിച്ചോളാം. ഭയങ്കര ഒരു ഡിസിഷനായിരുന്നു. അതെ അതെ. VSൻ്റെ ഒരു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ നടപടിയാണ് ഇതിന് ആരെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ട് എന്നൊരു സമാധാനം ആൾക്കുണ്ടായത്. അപ്പോൾ ആ വിഷയം ഇന്നിപ്പോൾ ചർച്ചയ്ക്ക് എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ലെങ്കിലും ഒരു കഥ അതിനെക്കുറിച്ച് പറയാം. ചന്ദ്രശേഖരൻ മരിച്ചിട്ട് ബോഡി അവിടെ പോസ്റ്റ്മോർട്ടത്തിന് മുമ്പ് അവിടെ സൂക്ഷിച്ചിരിക്കുകയാണ്. ഞാനത് ബോഡിയെ ഞാൻ കയറി കണ്ടു. എനിക്കങ്ങനെ കയറി കാണാൻ പേടിയൊന്നുമില്ല. കണ്ടിറങ്ങി വന്നപ്പോൾ കോഴിക്കോട് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി എന്താ വെച്ചാൽ ചുവന്ന കൊടി പിടിച്ചുകൊണ്ട് പാർട്ടിയുടെ പ്രകടനത്തിൽ മുമ്പിൽ നിൽക്കുക, വേറെ പോസ്റ്റൊന്നുമില്ല. ബീരാങ്കോയ എന്നാണ് പേര്. ബീരാങ്കോയുടെ ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു കഥാപാത്രമാണ്. പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെയൊക്കെ കഥാപാത്രം പോലെ കഥാപാത്രം. അയാൾ CPM ആണ്. അന്നൊരു 80 വയസ്സുണ്ട്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജോണേ, നമ്മുടെ പാർട്ടിയല്ല അത് ചെയ്തത് അല്ലേ? ഞാനിങ്ങനെ സജസ്റ്റ് ചെയ്യാണ് സ്വയം. അപ്പം ഞാൻ പറഞ്ഞു, ബീരാങ്കോയ പറഞ്ഞതാണ് ശരി. പാർട്ടിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ പാർട്ടി ചെറിയോനാ പറയാ, ചെറുപ്പക്കാരെ ചെറിയോനെ കൊല്ലുമോ ജോണേ? ജോണേ അങ്ങനെ ഉണ്ടാവില്ല. അങ്ങനെ സ്വയം ആശ്വസിക്കാൻ. അപ്പം നീ അത് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ പത്രത്തിൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട് നിൽക്കുക. ഞാൻ കോയൊക്കെ അത് അങ്ങനെ ഉണ്ടാവാൻ വഴിയില്ല. അപ്പോൾ അത് ശരിയല്ലേ അത് ഞാൻ പറഞ്ഞത്? അപ്പം നീ ഒരു കാര്യം ഞാൻ എന്നെ വീട്ടിൽ കൊണ്ടുവിടണം എന്ന് പറഞ്ഞിട്ട് ഞാൻ മൂപ്പരെ വീട്ടിൽ കൊണ്ടുവിട്ട്. അപ്പോൾ അവിടെ പാർട്ടി കോൺഗ്രസിനെ കെട്ടിയ കൊടി ഊരിയിട്ടില്ല, വീടിന് ഉമ്മറത്ത്. മനസ്സിലായോ? അപ്പോൾ അത് വീരാങ്കോയ എന്ന് പറഞ്ഞാൽ കോഴിക്കോട്ട് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആളുകളുടെ സൈക്കിയിൽ അപ്പോൾ വീരാങ്കോയ സ്വയം ഇങ്ങനെ പറയുകയാണ്, സ്വയം സമാധാനിപ്പിക്കാൻ നോക്കുകയാണ്. സമാധാനിപ്പിക്കുക എന്നോടും അതിൻ്റെ പങ്കുചേരാൻ. അപ്പോൾ ഞാൻ നുണയാണ് പറഞ്ഞത്. അത്ര ആഴത്തിൽ സ്പർശിച്ച് പാർട്ടിയിലുള്ള അത്രയും ആഴത്തിൽ. ഞാൻ ആദ്യമായിട്ടത് പറയുന്ന ഒരാളോട്. അപ്പം അത് ഇനി പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? നമ്മൾ പെട്ടെന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്നു. അതെ അതെ, രാഷ്ട്രീയം അല്ല, ഇനി നേരത്തെയുള്ള ഭരണപക്ഷം പരാജയം ഏറ്റുവാങ്ങി പ്രതിപക്ഷത്ത് നിൽക്കുകയാണ്. ലെഫ്റ്റിന് എന്ത് പറ്റി കേരളത്തിൽ? ദേശീയ തലത്തിലും ലോകതലത്തിലും വേറെ ഉണ്ട്, അല്ല കേരളത്തിൽ എന്ത് പറ്റി? ലെഫ്റ്റിന് എല്ലായിടത്തും പറ്റിയതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ പറ്റിയെന്നാണ് ഞാൻ പറയുന്നത്. ആണ്. കാരണം കേരളത്തിൽ പറ്റിയതുകൊണ്ടല്ലല്ലോ ഇറ്റലിയിലും ബംഗാളിലൊക്കെ പറ്റിയത്. എല്ലാത്തിനും കുഴപ്പക്കാരൻ പിണറായി വിജയൻ ഒരാളാണോ? അയ്യേ, അതൊരു ഈസിയായിട്ട് അതിനെ എന്താ പറയുക, ഈസിയായിട്ടൊരു കാരണം കണ്ടെത്തുക. പിണറായി വിജയൻ്റെ ധാർഷ്ട്യം, പിണറായി വിജയൻ്റെ അതൊക്കെ ഒഴിവാക്കേണ്ടതായിരുന്നു. ഞാൻ തന്നെ പലരോടും ടഫായിട്ട് പെരുമാറിയതുകൊണ്ട് ആൾക്കാർ എന്നെ വിമർശിച്ച്. ഞാൻ സ്വയം വിമർശനപരമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ അന്ന് ഞാൻ ആളോട് അങ്ങനെ സ്റ്റേജിലേക്ക് തള്ളിക്കയറരുതെന്നൊക്കെ പറയുന്നത് ക്യാമറയിൽ വന്നു. അല്ല, അപ്പം അത് ഞാനത് മനസ്സിലാക്കി. ഞാൻ പരസ്യമായിട്ട് തന്നെ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷെ അതാ സ്റ്റേജ് ആകെ ഇടിഞ്ഞു വീഴുമോ? ഈ സ്റ്റേജ് പണിക്കാരൻ വന്നിട്ട് എന്നോട് പറഞ്ഞേ, സാറേ ഇത് 50 ആളുടെ സ്റ്റേജാണ്, ജാക്കി വെച്ച് നിർത്തിയിരിക്കുകയാണ് താൽക്കാലികമായിട്ട്. ഇത് ആൾ കൂടിയാൽ ശരി ഇപ്പോൾ സ്റ്റേജ് വീണ പോലുള്ള സ്ഥിതി എന്താ? പിന്നെ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നൊരു പരിപാടി ഇതാ പൊളിഞ്ഞ്. പിന്നെ ആ വണ്ടിയിലേക്ക് ആരും കയറരുത്. ഒരു ചെറിയൊരു പഴയൊരു വണ്ടിയാണല്ലോ. അപ്പോൾ അതിനൊക്കെ ഞാൻ ടഫായിട്ടൊരു ഇതെടുത്തു. അപ്പോൾ ഈ പിന്നെ ഷോൾ ഇടാനാന്നുള്ള മട്ടിൽ ആൾക്കാർ കയറി. നമ്മുടെ CMP കാരുണ്ട്. ഞാൻ തന്നെ അപ്പോൾ എന്നോട് പലരും പറഞ്ഞു അത്
ജോൺ അത് മന്ത്രി ചെയ്യേണ്ട കാര്യമല്ല, അതൊക്കെ പോലീസുകാരൊന്നും അവർ കേൾക്കൊന്നുമില്ല. ഞാൻ പറയുമ്പോൾ എന്നോടുള്ള സ്നേഹം കൊണ്ട് കേൾക്കുന്നതാണ്. അന്നത്തെ ഒരു യുഫറിയ ജയിച്ചത്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, അപ്പം ഞാൻ ചെയ്തത് ശരിയാണോ? അല്ല, ഞാൻ ദേഷ്യപ്പെടാൻ പാടില്ല. പക്ഷേ അങ്ങനെ പിണറായി എല്ലാവരോടെങ്കിലും ദേഷ്യപ്പെട്ടുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നെന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ട ആളാണോ ബുദ്ധദേവ് ഭട്ടാചാര്യ? ബുദ്ധദേവ് ഭട്ടാചാര്യ ഭയങ്കര സോഫ്റ്റ് സ്പോക്കണല്ലേ. അപ്പോൾ അവരൊക്കെ എന്തുമാത്രം സോഫ്റ്റ് സ്പോക്കണ. MA ബേബി അല്ലേ ഞാൻ, MA ബി വളരെ സോഫ്റ്റ് സ്പോക്കണല്ലേ. അപ്പോൾ സോഫ്റ്റ് സ്പോക്കണാണോ ഹാർഡ് സ്പോക്കണാണോ എന്നുള്ളതല്ല, നിങ്ങളുടെ പാർട്ടി എടുത്ത മൗലികമായ നടപടിക്രമങ്ങളിൽ അൺകമ്മ്യൂണിസ്റ്റ് എന്നാണ് ഞാൻ വിളിക്കുന്നത്. ഇപ്പോൾ ഈ ദരിദ്രരില്ല, അപ്പോൾ എല്ലാവരോടും ചിരിച്ച് വർത്തമാനം പറയുന്ന ആളാണല്ലോ നമ്മുടെ MV ഗോവിന്ദൻ മാഷ്. ഗോവിന്ദൻ മാഷ് പറയുകയാണ്, ഇനി ദാരിദ്ര്യം എന്ന പദം ഡിക്ഷണറിയിൽ നിന്ന് വെട്ടിക്കളയണം. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പറയുന്ന വർത്തമാനമാണോ അത്? എന്തുമാത്രം ഇല്ലിറ്ററേറ്റാണ് അത് അവർ. അതിനെതിരെ നമ്മുടെ കണ്ണനെ പോലുള്ള ആളുകൾ, ഉമ്മൻ സാറിനെ പോലുള്ള എക്കണോമിസ്റ്റുകൾ, യഥാർത്ഥ എക്കണോമിസ്റ്റുകൾ, അവർ രംഗത്ത് വന്നപ്പോൾ ഇവരൊക്കെ ആരാണ്? ലെഫ്റ്റ് ഹാൻഡിൽസ് ചോദിക്കുകയാണ്, നിങ്ങൾ ആലോചിച്ചു. ഡോക്ടർ കണ്ണനും ഉമ്മൻ സാറടക്കമുള്ള ആളുകൾ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇത് ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ വേറൊരു സബ്ജക്റ്റാണ്. പൊളിറ്റിക്കലി തന്നെ ക്യാപിറ്റലിസം ഉള്ളപ്പോൾ ദാരിദ്ര്യം ഉണ്ടാവും. അപ്പോൾ അത് കേവല ദാരിദ്ര്യമാണ്, ആപേക്ഷിക ദാരിദ്ര്യമല്ല. ഞാൻ പറഞ്ഞില്ലേ, ഫുഡ് കഴിക്കാൻ വയ്യ മോളെ എന്ന് പറഞ്ഞ സ്ത്രീ, കേവല ദാരിദ്ര്യം. അത് അബ്സല്യൂട്ട് പോവർട്ടി അല്ലേ? പിന്നെ അല്ലേ? ശരിക്കും പാർട്ടിക്ക് കേരളത്തിലെ പാർട്ടി ഒരു പരിധിവരെ ജനങ്ങളിൽ നിന്ന് അകന്നു പോയില്ലേ? കേരളത്തിലെ CPM ഒരു ഭദ്രലോകായിട്ട് മാറി. ബംഗാളി ഭദ്രലോക് പോലെ. ബംഗാളി ഭദ്രലോക് കമ്മ്യൂണിറ്റിയാണ്, ഇത് പൊളിറ്റിക്കലാണ്. അവർ ഈ ഭദ്രലോക് കമ്മ്യൂണിറ്റിയിലേക്ക് പോയി. അവർക്ക് താഴെക്കടയിൽ നടക്കുന്നതൊന്നും അറിഞ്ഞു, ഡിസ്കണക്റ്റാണ്. അവരുടെ പാർട്ടിയിലെ ആളുകൾ എങ്ങനെ ഭക്ഷണം കഴിക്കുന്നു, അവരെങ്ങനെ ബസ്സിൽ കയറി പോകുന്നു, അവരുടെ വരുമാനം എന്താണ്, അതൊന്നും അവരുടെ മുമ്പിൽ വരുന്ന കുറച്ച് കോർട്ടറി, ഇത് തിരുവനന്തപുരം ഭാഷ പറഞ്ഞ പിടിച്ചു വെപ്പുകാർ, അവർക്ക് നല്ല സന്തോഷമായിട്ട് ജീവിക്കുന്നു. അപ്പോൾ ലോകം മുഴുവൻ സന്തോഷം നിറഞ്ഞു എന്നവർ തെറ്റിച്ചത്. 1. 2, ഈ അപ്പററ്റസ് എന്ന് പറയുന്നതിനോട് ഈ അപ്പററ്റസ് എന്ന് പറയുന്നതാണ് ശരി. ഐഡിയോളജി എന്ന് പറയുന്നത് അപ്പററ്റസിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. അതല്ലാതെ അപ്പററ്റസ് എന്നുള്ളത് ഐഡിയോളജിക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ഈ അമ്പും വില്ലും എന്ന് പറഞ്ഞ പോലെയാണ്. ഈ ചെന്ന് കൊള്ളേണ്ടത് അമ്പാണ്, പക്ഷെ നമ്മൾ വില്ലിനെ ആരാധിച്ചുകൊണ്ടിരിക്കുക, അമ്പില്ല. നമ്മുടെ ലവ് സൈനിലും അമ്പും വില്ലുമാണല്ലോ. അപ്പം അതുകൊണ്ട് അനങ്കൻ്റെ 1000 വില്ലൊടിച്ചു എന്നൊക്കെയുള്ള വരികളുണ്ടല്ലോ. ഈ അമ്പ ചെയ്യാനാണല്ലോ വില്ല്. അതെ, അമ്പില്ലാത്ത ആൾക്കെന്തിനാ വില്ല്? എന്താണ് നിങ്ങളുടെ ആരോ, നിങ്ങളുടെ ഐഡിയോളജിക്കൽ ആരോ എന്താണ്? അത് കൃത്യമായി അത് കൊള്ളുന്നുണ്ടോ? അതോ അത് എവിടെയെങ്കിലും പോയി കൊള്ളുകയാണോ? അതാ നിങ്ങൾ അയക്കുന്നത് ശരിയായിട്ടുള്ളൊരിതാണോ? ജനങ്ങളോട് ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിലേക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് അമ്പ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? ആരോ ഓഫ് ലവ്, ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുക എന്ന ഒരു ആരോ ഓഫ് ലവ് ആണല്ലോ AKG EMS ഒക്കെ അയച്ചത്. ആളുകളെ കൊണ്ട് പ്രസ്ഥാനത്തെ സ്നേഹിപ്പിക്കുകയാണ് ചെയ്തവർ, ഇത് വെറുപ്പിക്കുകയാണ് ചെയ്തത്. അതാണ് ഇറ്റ് വാസ് എ ലവ് അല്ലേ? അതുപോലെ വിദ്യാർത്ഥികളെ ഈ രംഗത്തേക്കൊക്കെ, സമര രംഗത്തേക്ക് അങ്ങൊക്കെ വിദ്യാർത്ഥി രംഗത്തൂടെ വന്ന ആൾക്കാരാണ്. ഇവരെ ഇട്ട് സമരം നടത്തുകയും സമരം ചെയ്യിക്കുകയും എന്നിട്ട് PSC പോലുള്ള പരീക്ഷകളിലും, അത് വാസ്തവത്തിൽ കേരളത്തിൻ്റെ വലിയൊരു പാതകമല്ലേ? ഞാൻ പറയട്ടെ, പരീക്ഷ ഗവൺമെൻറ് ഇരിക്കുമ്പോൾ എന്തിനാണ് യൂണിവേഴ്സിറ്റിയുടെ മണ്ടയിൽ കയറുന്നത്? അത് തന്നെ എന്താണ് അർത്ഥം? വിദ്യാഭ്യാസ മന്ത്രി പരാജയം എന്നല്ലേ? ഒരു വിദ്യാർത്ഥി സംഘടന, ആ സംഘടനയുടെ പിന്തുണ കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഭരിക്കുമ്പോൾ ഇത്രയും വലിയ സമരം ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞാൽ ആ ഗവൺമെൻറ് ഫെയിൽ ചെയ്തു. പിന്നെ ഗവർണർക്കെതിരായിട്ടുള്ള സാധനം കുട്ടികൾ ചെയ്യണത്തിനാ? അത് പാർട്ടി ചെയ്തൂടെ? പാർട്ടിയല്ലേ ചെയ്യേണ്ടത്? കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാതെ. എന്നിട്ട് ഈ പറഞ്ഞ പോലെ PSC പരീക്ഷയിൽ, ഈ യൂണിവേഴ്സിറ്റി പരീക്ഷകളിൽ, PhDയിൽ എല്ലാം തിരിമറി നടത്തുക, അതൊക്കെ ആളുകൾ നോക്കിയപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, അപ്പററ്റസിൻ്റെ ആളുകൾക്ക് എന്തും ചെയ്യാം. അവർക്ക് ഐഡിയോളജി ഒന്നും വേണ്ട. ഐഡിയോളജിയാണ് അപ്പററ്റസാണ് ഐഡിയോളജി. അതെ, ഇയാൾ പാർട്ടിക്കാരനാണോ? അയാൾക്ക് എന്ത് ചെയ്യാം?
പാർട്ടിയുടെ സിസ്റ്റം മൊത്തം തകർന്നോ അതോ പാർട്ടിയിലെ അത് ചില ലോകത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണിപ്പോൾ. എന്താണ് കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി? ഇപ്പോൾ മാർക്സ് പറഞ്ഞത് എന്താണ്? അതിൻ്റെ പ്രസക്തി ഇപ്പോഴും ഉണ്ട്. സോഷ്യലിസ്റ്റുകൾ അത് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ 41ാം ജന്മദിനത്തിന് മുഖ്യ അതിഥിയായിട്ട് ഞങ്ങൾ വിളിക്കുന്നത് യോഗേന്ദ്ര യാദവിനെ. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് അല്ല. അതൊരു സന്ദേശമാണ് ഞാൻ കൊടുക്കുന്നത്. ഞങ്ങളുടെ പാർട്ടി വേറെ ആളുകളെല്ലാം വിളിക്കുന്നത് യോഗേന്ദ്ര യാദവ്. അദ്ദേഹം കോൺഗ്രസുമായി ആണ് ബന്ധപ്പെട്ടത്. പക്ഷേ അയാൾ കോൺഗ്രസും അല്ല, ഒരു ഇൻഡിപെൻഡൻറ്റ് ഇൻഡിവിജ്വലാണ്. അപ്പം അങ്ങനെ ഇൻഡിവിജ്വൽസുമായി നിങ്ങൾ സംസാരിച്ച് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയെ, പ്രസ്ഥാനം എന്നുള്ള വാക്യാണ് മാറ്റി വയ്ക്കുകയാണ്. അതിനൊരു മെഷീൻ വർക്കുണ്ടോ? അതിനൊരു മിഷനറി ആയിട്ട് ആരെങ്കിലും ഇറങ്ങുന്നുണ്ടോ അതിന് വേണ്ടിയിട്ട്? ഞാനടക്കം ചോദിക്കുകയാണ്. മൊത്തം ഒരു സ്തുതിഗീതം പാടൽ മാത്രം സ്തുതിഗീതവും പാർട്ടിയുടെ കുറേ ആൾക്കാർ ഇതൊക്കെ നടത്തുന്നു. ഇപ്പം ഞാനടക്കമുള്ള ആരും ഞാൻ മാറ്റി നിർത്തല്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമവും ഈ ഡെമോക്രസിയുള്ള ഇന്ത്യയിൽ അവളുടെ MBR ഞങ്ങൾ എപ്പോഴും റെസ്പെക്റ്റ്. ഞങ്ങൾ MBR തർക്കിച്ചവരാ. ഇത് 92-ൽ MBR തർക്കിച്ചതെന്താ അറിയോ? വർക്കിംഗ് ക്ലാസ് ഡിക്റ്റേറ്റർഷിപ്പ് വേണ്ടെന്ന് പറയുന്നതൊക്കെ ശരിയാണോ? ഞാൻ അങ്ങേര് പറഞ്ഞ് വർക്കിംഗ് ക്ലാസ് ഡിക്റ്റേറ്റർഷിപ്പ് പോയി, സോവിയറ്റ് യൂണിയൻ തകർന്നോടുകൂടി. ഇനി അതും പറഞ്ഞു കിടന്ന ഒരു മനുഷ്യനെ കാട്ടില്ല. അതേപോലെ തന്നെ ബലം പ്രയോഗിച്ച വിപ്ലവം ഇന്ത്യയിൽ നടക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ ആരെങ്കിലും ഇതിൽ ചേരുമോ? പാർട്ടി ഇനി എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയും തിരിച്ചു വരുന്നത്? അതിൽ പാർട്ടിയുടെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ റവല്യൂഷൻ എന്നുള്ളതാണല്ലോ പാർട്ടി എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ ജയിക്കാനുള്ളതല്ലല്ലോ. അതിൻ്റെ ആത്യന്തികമായ വിജയം എന്തുകൊണ്ട് റവല്യൂഷനാണ്. റവല്യൂഷൻ എൻ്റെ അഭിപ്രായത്തിൽ ഞാനൊരു ഇപ്പോൾ പറയുകയാണ്, ഇറ്റ് ഈസ് മോർ എ പ്രോസസ് ദാൻ എൻ ഈവൻറ്റ്. അത് ഇത്രാം തീയതി നവംബർ മാസം 7-ാം തീയതി അല്ലെങ്കിൽ 30-ാം തീയതി പിന്നെ ജനുവരി മാസം 5-ാം തീയതി വിപ്ലവം നടന്നിരിക്കുന്നു, അധികാരം പിടിച്ചെടുത്തിരിക്കുന്നു. അങ്ങനെ തീയതി കുറിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല റവല്യൂഷൻ ഇൻ ജനറൽ. യു ക്യാൻ റവല്യൂഷനൈസ് ദ സൊസൈറ്റി ത്രൂ റവല്യൂഷണറി വർക്ക്, മേക്കിംഗ് യുവർ സെൽഫ് എ മോഡൽ. നിങ്ങളുടെ ഐഡിയോളജിയിലേക്ക് ആളുകളെ ആകർഷിച്ചുകൊണ്ട് പബ്ലിക് പോളിസി. ഇപ്പോൾ ഞാനീ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ച ഈ വിഷയം, ഈ സ്ത്രീകൾക്ക് യാത്രാ സൗജന്യം കൊടുക്കുന്നത് അതൊരു ഐഡിയോളജിയൊന്നുമല്ല. പക്ഷേ അതൊരു നല്ലൊരു ലെഫ്റ്റ് തോട്ടാണത്, അല്ലേ? ചെറിയൊരു ലെഫ്റ്റ് തോട്ടാണ്. ഇപ്പോൾ നമ്മൾ 25 രൂപയായിരുന്നു മണ്ണെണ്ണ കൊടുത്തിരുന്നു മത്സ്യം പിടിക്കുന്നവർക്ക്, മീൻ പിടിക്കുന്നവർ. അവസാനം ഇലക്ഷൻ്റെ തലേദിവസം മറ്റോ അത് 50 രൂപ 40 രൂപയാക്കി. ഈ 10 കൊല്ലം കൂട്ടായിരുന്നില്ലേ? ഇപ്പോൾ നമ്മുടെ ധനമന്ത്രിയും കൂടിയായിട്ടുള്ളത് മുഖ്യമന്ത്രി 75 രൂപയാക്കി. അല്ല, ഈ പാർട്ടി ഇപ്പം ഈ 2 തട്ടിലായി എന്നുള്ള വാർത്തകളൊക്കെ അതിലേക്കാണ് വരാം. അതേപോലെ തന്നെ ഒരു വിഷയം കൂടെ ഞാൻ പറയാം. പ്ലാനിങ് എൻ്റെ ഒരു സബ്ജക്റ്റാണ്. ഞാൻ എൻ്റെ നേതാവായിരുന്ന AK ബാലനോടൊക്കെ ഞാനിപ്പോൾ മിനിസ്റ്ററായിട്ട് പോയിട്ട് ആദ്യമായിട്ട് പോയപ്പോൾ പാലക്കാട് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി എപ്പോഴും ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടേ ഒരു കാര്യം ചെയ്യാറുണ്ട്. എന്തുകൊണ്ട് അദ്ദേഹത്തിനടക്കം ഈ SCP ഫണ്ട് വെട്ടിക്കുറയ്ക്കരുതെന്ന് പറയാൻ പറ്റിയില്ല? പ്ലാൻ വെട്ടിക്കുറച്ചപ്പോൾ പട്ടികജാതിക്കാർക്കും പട്ടികവർക്കാർക്കുള്ള പ്ലാൻ വെട്ടിക്കുറയ്ക്കരുത് എന്ന് എന്തുകൊണ്ട് CPM തീരുമാനിച്ചില്ല? അവരല്ലേ തീരുമാനിക്കേണ്ടത്. പക്ഷെ ഇന്നിപ്പോൾ ഞങ്ങൾക്ക് 9 സീറ്റ് കിട്ടി 14-ൽ, 2 ST സീറ്റും കിട്ടി. നമ്മൾ പ്ലാൻ കുറച്ചു, 35-ന്ന് 30 ആക്കി. പക്ഷേ 35 ആയിരിക്കുമ്പോൾ 3500 ആയിരുന്ന തുക കുറച്ചില്ല. അതൊരു ലെഫ്റ്റ് രീതിയല്ലേ, പ്രോഗ്രസീവ് രീതിയല്ലേ? ഇപ്പം ശരിയായിട്ടുള്ള ലെഫ്റ്റ് അന്നേരം ഇപ്പുറത്താണോ? എന്താ സംശയം? ഞാനിപ്പോൾ അതിന് കോടിയുടെ നിറമല്ലല്ലോ, കാര്യങ്ങളല്ലേ ചെയ്യേണ്ടത്. മറ്റൊന്ന് വളരെ ഒരു ആൾക്കാർക്കിടയിൽ വളരെ അവമതിപ്പ് തോന്നുന്ന രീതിയിൽ
പ്രതിപക്ഷ ഉപനേതൃ പദവിയെ ചൊല്ലി CPI CPM ആയിട്ട് ഓരോ ഒരു പാർട്ടി അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, നേതാക്കൾ കടന്ന് ഇതിലൊക്കെ എന്ത് വളരെ സില്ലിയായിട്ട് എനിക്ക് സില്ലിയായിട്ടുള്ള അല്ലേ? വളരെ സില്ലിയായിട്ട് തോന്നുന്നു. CPIക്ക് ഇനി അവിടെ നിൽക്കാൻ പ്രയാസമാണെങ്കിൽ UDF-ലേക്ക് ക്ഷണിച്ചൂടെ? പണ്ട് കോൺഗ്രസിൻ്റെ കൂടെ നിന്നാണല്ലോ. ഞാനായിട്ട് ക്ഷണിക്കുന്നില്ല. ഈയിടെ അച്യുതപുരം സെൻറ്ററിൽ ഞാൻ ചെന്നപ്പോൾ ഫൗണ്ടേഷനിൽ ഞാനിവിടെ മെമ്പറാണ് ആശാനുള്ള കാലം തൊട്ട്. ഞാൻ 25 കൊല്ലത്തിലധികം 27 കൊല്ലമായിട്ട് അച്യുതപുരം ഫൗണ്ടേഷനിൽ മെമ്പറാണ് എൻ്റെ എക്സിക്യൂട്ടീവിൽ. അപ്പോൾ അവർ പറയായിരുന്നു അച്യുതപുരൻ്റെ കൊടുക്കാനുള്ള പൈസ ഉണ്ടല്ലോ, അതും കൃത്യമായിട്ട് കൊടുക്കില്ല, കൃത്യമായിട്ട് കൊടുക്കില്ല, പിടിച്ചു വയ്ക്കും. അച്യുതമേനോനെ പൊതുവെ CPM-കാർക്ക് ഇഷ്ടമല്ലല്ലോ. അത് അച്യുതമേനോൻ അന്ന് എമർജൻസിയുടെ മുഖ്യമന്ത്രി ആയിരുന്നതാണ് അതിന് കാരണമായി പറയുന്നത്. പക്ഷേ അച്യുതമേനോൻ്റെ പാർട്ടി ഇരുത്തിയിട്ടല്ലേ ഇവിടെ മുന്നണി ഒരിക്കുന്നത്. അതെ അതെ. പിന്നെ അദ്ദേഹത്തോട് പേഴ്സണലായിട്ട് വിരോധം തന്നെ. പിന്നെ അത്രയും കറപ്റ്റ് അല്ലാത്തൊരു മഹാനായ മനുഷ്യനല്ലേ അച്യുതമേനോൻ. EMS-ന് അച്യുതമേനോനോട് എന്തോ വിദ്വേഷമുണ്ട്, ഭയങ്കര ഉള്ളതൊക്കെ പറഞ്ഞിരുന്നതൊക്കെ പഴയ തലമുറ. പക്ഷേ ഈയിടെ ഞാനിവിടെ വഴുതക്കാട് ഒരു മരണ വീട്ടിൽ ജനതണ്ണൻ സാറെന്ന് പറയും, അച്യുതൻ്റെ ഒക്കെ സഹപ്രവർത്തകൻ, മുഖ്യമന്ത്രി അതിന് ശേഷവും ഈ വഴുതക്കാട് ഗണപതി ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ വീടുണ്ട്. 10-15 സ്റ്റെപ്പ് ഇറങ്ങണം അങ്ങോട്ട് പോകാൻ, തിരിച്ചു കയറാൻ പാടല്ലോ. സൗകര്യമുള്ള വീട് തന്നെയാണ്. ആ വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ ജനാർദ്ദനൻ സാറ് പറയാണ് അച്യുതനെ വന്ന് എൻ്റെ കൂടെ താമസിക്കുമെന്ന്. ആ മുറിയിൽ താമസിക്കും, ഇവിടെ ഈ കസേര വന്നിരിക്കും, മൂപ്പർക്ക് ഗസ്റ്റ് ഹൗസിൽ പോയി താമസിച്ചൂടെ. അതെ. പക്ഷേ അത്ര സിമ്പിളായിരുന്നു. സിമ്പിൾ എന്ന് പറഞ്ഞാൽ സഖാക്കളുടെ കൂടെ താമസിക്കുക, എന്നാൽ മൂപ്പരാരുടെ കൂടെയും ചിരിയും കളിയൊന്നുമില്ല. ഇപ്പം പൊതുവെ ആൾക്കാർക്കിടയിലുള്ളൊരു ഇത് നേതൃത്വം പോരാന്ന്. ഇപ്പം CPI സംസ്ഥാന സെക്രട്ടറി, CPM-ൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, ഇവരൊന്നും വേണ്ടത്ര ശോഭിക്കുന്നുണ്ട് എന്നുള്ള, ഇവരോടൊപ്പമൊക്കെ പ്രവർത്തിച്ച ആളെന്നുള്ള നിലയിൽ തോന്നുന്നുണ്ടോ? MA ബേബി എന്നുള്ള നേതാവിനെ താങ്കൾ വളരെ അടുത്ത് നിന്ന് കാണുകയും ഒരുമിച്ച് പ്രവർത്തിക്കുകയും താമസിക്കുകയും ചെയ്ത് ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ അദ്ദേഹം പല കാര്യങ്ങളിലും ഇടപെടുമെന്ന് വലിയൊരു വിഭാഗം പാർട്ടിക്കാർ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ എന്തെങ്കിലും പ്രയോജനം തോന്നുന്നുണ്ടോ? പൊളിറ്റിക്കൽ റെസൊല്യൂഷൻ ഇല്ല. പൊളിറ്റിക്കൽ റെസൊല്യൂഷൻ ഇല്ലാതെ ജനറൽ സെക്രട്ടറി എന്ത് ചെയ്യും? MA ബേബി കഴിവില്ലാത്ത ആളാണോ? പൊളിറ്റിക്കൽ റെസൊല്യൂഷൻ ഇപ്പോഴും കോൺഗ്രസ് വിരോധ ഫലത്തിൽ. ബംഗാളിലാണെങ്കിലോ ഒന്നുമില്ല, ഒരു സീറ്റ് കിട്ടി ഭാഗ്യത്തിന്, ഒരു MLA. അത് വലിയ നേട്ടമായിട്ടാണ് ഇപ്പം നേട്ടമായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. അതേസമയം തമിഴ്നാട്ടിലാണെങ്കിലോ ആ 2 സീറ്റ് കിട്ടാനുള്ള സാധ്യതയും ഇല്ലാതായി. 4 സീറ്റാണ് 2 കൂട്ടർക്കുള്ളത് അവിടെ. 6 സീറ്റിൽ 4 സീറ്റും തമിഴ്നാട്ടിൽ നിന്നാണ്. ആ മുന്നണി പൊളിഞ്ഞു. രാജസ്ഥാനിലൊരു സീറ്റ് കോൺഗ്രസ് കൊടുത്തതാണ്. 1 സീറ്റാണ് ഇന്ത്യയിൽ 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കൂടി ജയിക്കാൻ കഴിഞ്ഞത്, CPM CPIക്ക്. പക്ഷേ ദീപാങ്കർ ഭട്ടാചാര്യ അങ്ങനെയല്ല. അദ്ദേഹത്തിൻ്റെ 2 സീറ്റുകൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നിർണായക ശക്തി കൊണ്ട് ജയിച്ചതാണ്. അവരുണ്ട്, അങ്ങനെയും പാർട്ടികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാറ്റിനും ഞാനിപ്പോൾ ഒരു ഉത്തരം പറയുന്നതൊക്കെ ഒരു ബോറല്ലേ. പക്ഷെ ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ രാജേഷിനോട്, എല്ലാവരും കൂടി ഒന്ന് ഇരിക്കണം. ഞാൻ ശരി നിങ്ങൾ തെറ്റ് എന്ന് പറയാനല്ല, എന്താ നമ്മുടെ പ്രശ്നം എന്ന് പൊതുവായിട്ട് പറഞ്ഞൂടെ, ചിന്തിച്ചൂടെ. ഇപ്പം തന്നെ ഹൗസിൽ വലിയ വാദപ്രതിവാദമുണ്ട്. ഞാനിപ്പോൾ മിനിസ്റ്റർ എന്ന രീതിയിൽ ഞാൻ ആദ്യമായിട്ടാണല്ലോ MLA ആയിട്ട് പോകുന്നത്. എനിക്ക് സംസാരിക്കാനുള്ള സമയം കുറവാണല്ലോ മന്ത്രിമാർക്ക്, താങ്കൾക്കറിയാമല്ലോ. ഞാൻ സംസാരിച്ചില്ല. പക്ഷെ ഇപ്പോഴും സ്റ്റാലിനെ ന്യായീകരിക്കാനും ക്വിറ്റ് ഇന്ത്യ സമരത്തെ ന്യായീകരിക്കാനും നമ്മൾ സമയം ചെലവിടണോ? അവിടെയാണ് MA ബേബി ചെയ്യേണ്ടത്. ആ ഒരു ഇടപെടൽ വരുന്നില്ല. അല്ല, ആ ഒരു തുറന്ന് പറച്ചിൽ, ക്ലസ്നോസ്റ്റ് എന്ന് പറഞ്ഞില്ലേ, നമ്മുടെ നേതാക്കൾ. എനിക്ക് ആ 40കളിലൊക്കെ ഉള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അവരൊക്കെ സന്യാസിമാരെ പോലുള്ള ആൾക്കാരായിരുന്നു. ഗാട്ടെ, അജയ് ഘോഷ്, അതേപോലെ തന്നെ PC ജോഷി, ലാംഗെ, അവരൊക്കെ ആരായിരുന്നു? അവരുടെ ത്യാഗം, VT രണദിവേ, ഇവരുടെയൊക്കെ വല്ല ബഹുമാനക്കുറവുണ്ടോ? P സുന്ദരയ്യ. പക്ഷേ അവരൊക്കെ അന്ന് എടുത്ത തീരുമാനങ്ങൾ ദൗർഭാഗ്യവശാൽ തെറ്റായിരുന്നു എന്ന് പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. VD സതീശൻ കടന്നാക്രമിച്ചു. നിങ്ങളവിടെ കുട പിടിക്കലല്ലേ നിങ്ങളുടെ പണി,
എന്നൊക്കെ പറഞ്ഞ്. അതുപോലെ സഭയിൽ CM വളരെ സ്റ്റഡീഡായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ മറുഭാഗത്ത് അതിനകത്ത് ഉയരാൻ പറ്റുന്നുണ്ടോ? അദ്ദേഹം വലിയ പാർലമെൻറ്റേറിയനാണ്, നമ്മുടെ മുഖ്യമന്ത്രി. അതെ. അദ്ദേഹത്തിന് പാർലമെൻ്ററി പ്രൊസീജിയേഴ്സ് എല്ലാം അറിയാം, ഒന്ന്. പിന്നെ ഒരു സ്റ്റുഡിയസ് ആയിട്ട് ഹൗസിൽ പങ്കെടുത്ത ഒരാളാണ് ഈ കഴിഞ്ഞ 25 കൊല്ലം. അപ്പോൾ ആ സഭയിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ട്, ഒരു മെമ്മറി സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇരിക്കുന്ന ആർക്കും അദ്ദേഹത്തെ മറികടക്കാൻ പറ്റില്ല. അതെ, ഓരോരുത്തർക്കും ഓരോ ഇതാണല്ലോ. അപ്പോൾ എനിക്കിപ്പോൾ ഫിഗേഴ്സ് കുറച്ച് ഓർമ്മയുള്ള ഒരാളാണ് ഞാൻ. പ്ലാന് അല്ലെങ്കിൽ ടാക്സ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് കുറച്ച് ഫിഗർ ഓർമ്മയുണ്ട്. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇട്ട് തട്ടിക്കുകയാണ് ആളുകളെ. അത് ചെറുക്കാൻ അവർക്ക് കഴിയുന്നില്ല, ദൗർഭാഗ്യം പറ്റുന്നില്ല. ഇപ്പോൾ സെൻട്രൽ കമ്മിറ്റി മെമ്പർമാരുടെ എണ്ണം വളരെ കുറവാണ്. ആരാളത്? അല്ല, സെൻട്രൽ കമ്മിറ്റി മെമ്പറായിട്ട് ബാലഗോപാൽ പിന്നെ പിണറായി അല്ലേ ഉള്ളൂ. അപ്പോൾ സെൻട്രൽ കമ്മിറ്റി മെമ്പർമാരില്ല ഹൗസിൽ, ഒരാളേ ഉള്ളൂ. പിന്നെ സെക്രട്ടേറിയറ്റ് മെമ്പർമാരും താരതമ്യേന കുറവല്ലേ. റിയാസുണ്ട്, സജി ചെറിയാനുണ്ട്. എന്നല്ലാതെ പാർട്ടിയുടെ സമുന്നത നേതൃത്വം എന്ന് പറയുന്ന, പണ്ട് പിന്നെ EMS ഗൗരിയമ്മ, MV രാഘവൻ, TK രാമകൃഷ്ണൻ, VS അച്യുതാനന്ദൻ, ഇവരുടെയൊക്കെ ഫേസ് കാണുമ്പോഴാണല്ലോ പാർട്ടിയെ കാണുന്നത്. അങ്ങനെയുള്ള ആളുകളുടെ ഒരു കുറവ് തവണ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം K. ബാലകൃഷ്ണൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, മതിലുകൾ, ബഷീറിൻ്റെ മതിലുകൾ എന്നുള്ള സിനിമയിൽ നോക്കുമ്പം ഈ P. കൃഷ്ണപിള്ളയുടെ ഒരു പ്രണയത്തെക്കുറിച്ച് തോന്നാറുണ്ട്, അല്ലെ അങ്ങനെ വ്യാഖ്യാനിക്കാൻ തോന്നാറുണ്ട്. അതെ. എന്താണ് ആ ഒരു ചിന്തയുടെ കാരണം? എന്താ? ഞാൻ അദ്ദേഹത്തിൻ്റെ സഖാവ് എന്നറിയപ്പെടുന്ന P. കൃഷ്ണപിള്ളയാണ്. നമ്മളൊന്നും കണ്ടിട്ടില്ല, നമ്മൾ ജനിക്കുന്ന കാലവും മരിച്ചുപോയി. പക്ഷെ ഞങ്ങളെ ഓരോരുത്തരെയും ഓരോ ദിവസവും സ്വാധീനിക്കും. ഇപ്പോഴും അദ്ദേഹത്തെക്കുറിച്ച് എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ ആൾക്കാർ ഓർക്കുന്നുണ്ടല്ലോ. അങ്ങനൊരു മനുഷ്യനില്ലല്ലോ. അദ്ദേഹം മുഖ്യമന്ത്രിയായില്ല, മന്ത്രിയായില്ല, അത് ആകെ ആയത് പാർട്ടി സെക്രട്ടറി മാത്രമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രണയം വളരെ രസകരമാണ്. ആ തങ്കമ്മയുടെ ആത്മകഥയ്ക്ക് ഒരു ആമുഖം എഴുതാനായിട്ട് HNC എന്നോട് ആവശ്യപ്പെട്ടു. അപ്പോൾ ഞാനത് എഴുതി കൊടുത്തു. അപ്പോൾ അത് വളരെ രസകരമാണെന്ന് പറഞ്ഞാൽ, ഇദ്ദേഹത്തെ താമസിപ്പിച്ചത് ഇന്നത്തെ തമിഴ്നാട്ടിലുള്ള ജയിലിലാണ്, നാഗർകോവിലിനടുത്ത്. അപ്പോൾ ഇത് ഹിന്ദിയുടെ ആളാണല്ലോ, ഹിന്ദി അധ്യാപകനാണല്ലോ. അപ്പോൾ ഹിന്ദി പുസ്തകം ജയിലിലില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഹിന്ദി വായിക്കണം, പഠിച്ച ഹിന്ദി വീണ്ടും ഇത് ചെയ്യണം. അപ്പോൾ ഒരു ജയിലറുടെ കൂടെയുള്ള ഒരാൾ, ജയിലറാണോ അതോ അങ്ങനത്തെ ഒരാൾ, ഈ ജയിലുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ ഇവിടെയൊക്കെ നടന്ന് ഈ ഹിന്ദി പഠിക്കുന്നവരുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ ഈ തങ്കമ്മ എന്നുള്ള വിദ്യാർത്ഥിനി, ചെറിയ പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരി ഹിന്ദി പഠിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു പോറ്റിയുടെ മകളാണ്. അപ്പോൾ ഈ കുട്ടിയോട് പറഞ്ഞു ഇങ്ങനെ ജയിലിൽ കിടക്കുന്ന ഒരാൾക്ക് ഹിന്ദി പുസ്തകങ്ങൾ വേണമെന്ന്. ഈ കുട്ടി ഹിന്ദി പുസ്തകങ്ങൾ കൊടുത്തു. അവരുടെ ആത്മകഥയിൽ പറയുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഹിന്ദി പുസ്തകം ആരുടെ അടുത്താണ് താൻ വാങ്ങിക്കുന്നതെന്ന് കൃഷ്ണപിള്ള ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു ചെറുപ്പക്കാരിയാണ്, തങ്കം എന്നാണ് പേര് എന്നൊക്കെ പറയുമല്ലോ. പറഞ്ഞ് ആദ്യം പുസ്തകം കൊടുത്തതിന് നന്ദി എന്നൊക്കെ ഹിന്ദിയിൽ തന്നെ മറുപടി ഹിന്ദിയിലാണ് കത്തയക്കുന്നത്. ഒരു ദിവസത്തെ കത്തിൽ മേരെ പ്യാരി തങ്കം എന്നെഴുതില്ല, പ്യാരി പ്രിയമുള്ളവളെ എന്നുള്ള അർത്ഥത്തിൽ. ആ വാക്ക് ആണ് പ്രണയം. അപ്പോൾ കണ്ടിട്ടില്ല. അങ്ങനെ ഇവർ കുളിക്കാനായിട്ട് ഇവരെ കൊണ്ടുവരുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഇവർക്കും പ്രണയമായി. പ്രണയത്തിന് വഴികളൊന്നുമില്ല, തടസ്സമല്ലല്ലോ, മതിലുകളൊന്നും തടസ്സമല്ല. അപ്പോൾ ഇയാൾക്കത് മനസ്സിലായി. അപ്പോൾ ഈ കുട്ടിയെ, ലേഡിയെ, ഇവർ കുളിക്കാൻ വരുന്ന കടവിൽ ഇരിക്കുമ്പോൾ ഇന്ന ആളാണ് നമ്മുടെ ഈ മേരെ പ്യാരി തങ്കം, ഇത്രയേ ഉള്ളൂ. അത് ശരി, കണ്ടിട്ടുള്ളൂ. മതിലുകൾ അതേപോലെയല്ല, മതിലുകൾ ബഷീർ. പക്ഷെങ്കിലും അതുമായിട്ട് ഭയങ്കര ഒരു താരതമ്യമാണല്ലോ. ജയിലിനകത്ത് നിന്ന് ജയിലിന് പുറത്തുള്ള ഒരാളോടുണ്ടാവുന്ന പ്രണയം, അതാണ് ഞാൻ മതിലുകൾ എന്ന് ഞാൻ പറഞ്ഞത്. താങ്കളത് മതിലുകളവിടെ പറഞ്ഞു, അതുകൊണ്ടാണ് അത് ഞാൻ ഓർക്കാൻ കാരണം. അല്ലെങ്കിൽ എനിക്ക് നേരത്തെ ഞാൻ ഓർത്തിരുന്നത്, അങ്ങനെ ജയിലിൽ നിന്ന് വിട്ടു 42-ൽ.
അതും വേറൊരു പൊളിറ്റിക്കൽ ഈവൻ്റാണ്. ഈ ക്വിറ്റ് ഇന്ത്യ സമയപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെയൊക്കെ വിട്ടല്ലോ. വിട്ടപ്പോൾ അദ്ദേഹം എന്താ ചെയ്തത്, നേരെ ഈ വീട്ടിലേക്ക് ചെന്നു. വീട്ടിലേക്ക് ചെന്നിട്ട് പറഞ്ഞു ഞാനിങ്ങനെ കല്യാണം കഴിക്കാൻ പോകുന്നു. അവിടെ വലിയ വിസ്ഫോടനമായി. ഇദ്ദേഹത്തിന് ആരുമില്ല. അപ്പോൾ അവർ അവസാനം ചോദിച്ചു, കുറേ എല്ലാവരും എഴുതിയിട്ടില്ല, അപ്പം നിങ്ങൾക്ക് എനിക്കാരുമില്ല, ഒരു സഹോദരി മാത്രമേ ഉള്ളൂ വൈക്കത്ത്. അങ്ങനെ ഈ കുട്ടിയെ ലേഡിയെ വിവാഹം ചെയ്യുകയാണ്. അവർ പിന്നീട് ഭയങ്കര പാർട്ടി ലീഡറായി. അത് ഗൗരിയമ്മയുടെ ആത്മകഥയുടെ അവസാന ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. ഇവരും എഴുതിയിട്ടുണ്ട്. അവർ അതിലത്തൊരു, ഞാനത് വായിക്കാൻ പോകുന്ന പുസ്തകത്തിൻ്റെ പറയാൻ പാടില്ലെങ്കിലും അവർ ഗർഭിണിയായി. അപ്പോൾ കണ്ണൂരാണ് താമസിക്കുന്നത്. അപ്പോൾ അവരുടെ അമ്മയൊക്കെ ഉണ്ട്. അപ്പോൾ EMS, AKG, കൃഷ്ണപിള്ള എല്ലാവരും കൂടി ആ വീടിൻ്റെ കുടിസുമുറിയിൽ കമ്മിറ്റി കൂടുകയാണ്. അപ്പോൾ ഇവർക്ക് പ്രീമേച്യൂറായിട്ട് പ്രസവവേദന വന്നു. പിന്നെ ഡോക്ടറെ കൊണ്ടുവന്നു. അവർ പ്രസവിച്ചു. 2 കുട്ടികളുണ്ടായിരുന്നു. 2 ആളും മരിച്ചുപോയി. അങ്ങനെയുണ്ട്. അപ്പോൾ അതൊക്കെ വാസ്തവത്തിൽ അവരുടെ ആ കഥ അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതല്ല. അപ്പം 42 തൊട്ടാണ് 48 വരെയാണ് അവർ കൃഷ്ണപിള്ള കൂടെ ഉണ്ടായത്. അത് ഏറ്റവും പ്രയാസകരമായ കാലമാണല്ലോ. 42 പൊളിറ്റിക്കൽ ലൈൻ. അതിന് ശേഷം പിന്നെ ആ സമയത്ത് തന്നെയാണല്ലോ കയ്യൂരും, അതിനുശേഷം പുന്നപ്പുറ വയലാറും എല്ലാം നടന്നത് ഈ 42 ആ 42 48 ഇടയിലുള്ള കാലത്ത് കൃഷ്ണപിള്ളയുടെ ഭാര്യയായിരുന്നു അവർ. അവരുടെ KT ജേക്കബ് വീട് കുളത്തുങ്കൽ പോത്തൻ്റെ വീട്ടിലെ അവർ താമസിക്കുക. അപ്പോൾ പോത്തച്ഛൻ എന്നാണ് കൃഷ്ണപിള്ള. അദ്ദേഹം വലിയ പൈസക്കാരനാണ്. നന്ദൻകുട അവരുടെ വീട് അറിയാമല്ലോ. അപ്പോൾ കുളത്തുങ്കൽ പോത്തലിനെ വീട്ടിലാണ് ഭാര്യയെ താമസിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒളിവിലൊക്കെ ആർക്കും അറിയില്ലല്ലോ. അപ്പോൾ പോത്തച്ഛൻ നിന്നെ നോയിക്കോളും എന്ന രീതി. അപ്പോൾ മക്കളും കുട്ടികളൊക്കെ ഉണ്ട് അവിടെ. അങ്ങനെ KT ജേക്കബ് വന്നിട്ട് അവരോട് പറഞ്ഞു, ഇങ്ങനെ കൃഷ്ണപിള്ളയ്ക്ക് സുഖമില്ല, പോവാന്ന്. അപ്പോൾ അവർ ബസ്സിലാണ് കൊണ്ടു പോകുന്നത്, കാറൊന്നുമില്ല. ആലപ്പുഴയ്ക്ക് എത്രയോ മണിക്കൂറുകളെടുത്ത് ബസ്സിൽ ചെന്ന് അവിടെ ഇറങ്ങുമ്പോൾ കൊടികൾ കാണുന്നു, ജനക്കൂട്ടം കാണും. അപ്പോൾ ഇവർ പറയാണ് ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ സഹോദരി ഓടി വന്നിട്ട് പറയാണ്, തങ്കം, കൃഷ്ണൻ നമ്മളെ പറ്റിച്ചു എന്ന് പറഞ്ഞാൽ മരിച്ചു എന്നാണല്ലോ. അപ്പം ആ ഒരു അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഞാൻ നിങ്ങളെ പ്രസംഗിച്ചപ്പോൾ മതിലുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സമ്പന്നതരായ നേതാക്കന്മാരുടെ ഓരോരുത്തരുടെ ജീവിതവും ഓരോ ഇതിഹാസങ്ങളാണ്. ആ രീതിയിൽ മതിലുകളുമായിട്ട് ഇങ്ങനെ താരതമ്യം ചെയ്ത് ചിന്തിക്കാമല്ലോ അല്ലേ? പക്ഷേ ഞാനതാ പറഞ്ഞത്, അവരൊക്കെ ചെയ്തത് തെറ്റിയാണോ ശരിയാണോ? ബുധനാഴ്ച ചെയ്തത് ശരിയായിരുന്നു, പിന്നെ തിങ്കളാഴ്ച ചെയ്തത് ശരിയായില്ല, ഇങ്ങനെ പരിശോധിക്കണം എന്നല്ല. പക്ഷേ 21-ാം നൂറ്റാണ്ടിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വലിയ ഒരു ഡിക്ലൈനിലാണ്. ലെഫ്റ്റ് മൂവ്മെൻറ്റ് ഡിക്ലൈനിലാണ്. ഇപ്പോൾ വന്ന് എന്നെക്കുറിച്ച് കളിയാക്കിയിട്ട് ആൾക്കാർ ഇവനാണ് അവസാനം കമ്മ്യൂണിസ്റ്റ് മന്ത്രി, ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് മന്ത്രി. ഞാൻ ഏതോ ഒരു കടത്തണ്ണലിൽ ഇരിക്കുന്നൊരു പടമൊക്കെയാണ് ട്രോൾ ചെയ്തത്. അത് നല്ല രസമായിരുന്നു. പക്ഷേ അപ്പോൾ അത്ര ചെറുതായി എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ചെറുതായി നിൽക്കുമ്പോഴെങ്കിലും എല്ലാവർക്കും കൂടെ ഒരു സ്ഥലത്തിരുന്നിട്ടുണ്ടെങ്കിലും വർത്തമാനം പറഞ്ഞൂടെ? അതിന് പകരം ഒരാൾ പോളിറ്റ് ബ്യൂറോ കൂടുന്നു, മറ്റേ ആൾ സെൻട്രൽ കമ്മിറ്റി കൂടുന്നു, 2 ആളും തമ്മിലടിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചുള്ള CMBയെക്കുറിച്ച് ഞങ്ങളൊരു ഓപ്പൺ മൈൻഡഡാണ്. ഓപ്പൺ മൈൻഡഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങളാണ് ശരി, ഞങ്ങൾ ചെറിയൊരു പാർട്ടിയല്ലേ. നമ്മുടെ ആളുകളും നാഷണൽ ലെവലിലുണ്ടായിരുന്ന കുറേ പാർട്ടികളുണ്ട്, അവർ ക്ഷീണിച്ചു. ഇപ്പോൾ സൈഫുദ്ദീൻ ചൗധരി മരിച്ചുപോയി, സമീർ പുതുതൊണ്ട മരിച്ചുപോയി, മുഗീസനും നേരത്തെ മരിച്ചു, MP രാഘവൻ മരിച്ചു. അപ്പോൾ ഒരു പുതിയ തലമുറയെ ഗ്രൂം ചെയ്യണമെങ്കിൽ ഒരു പുതിയ ആശയം ഉണ്ടാവണം, ന്യൂ തിങ്കിങ് ഉണ്ടാവണം. ആ ന്യൂ തിങ്കിങ് ഉണ്ടാവണമെങ്കിൽ എല്ലാവരും മുന്നണി വരണമെന്നൊന്നും ഞാൻ പറയണില്ല. എല്ലാവരും ഇപ്പോൾ ഒരു മുന്നണിയിൽ വരേണ്ട ആവശ്യം എന്താ? അപ്പോൾ ന്യൂ തിങ്കിങ്ങിന് സ്വാഗതം അല്ലേ? ന്യൂ തിങ്കിങ് വേണം. അതിനെക്കുറിച്ചൊരു തുറന്ന ചർച്ചയും തുറന്ന ആശയവിനിമയവും നടത്താൻ ഞാനടക്കം എല്ലാവരും തയ്യാറാവണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. അങ്ങനെ നടക്കട്ടെ. എല്ലാ ആശംസ. താങ്ക് യു.